കണ്ണൂരിലേക്ക് പോവാം. ഫെലിക്സ്, നേരത്തെ മഴയുടെ കാര്യങ്ങൾ പറയാനാണ് ഫെലിക്സ് ലൈവ് വന്നത്. ഇപ്പോൾ ദാ വിപണിയിലാണ്. മഴ വലിയ കുഴപ്പമില്ലാതൊക്കെ മാറി നിൽക്കുന്നുണ്ട് നഗരപ്രദേശങ്ങളിലെങ്കിലും, അല്ലേ? ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടോ, ഓണത്തിൻ്റെ ചൂട്? തീർച്ചയായിട്ടും നിമിഷം, അതായത് മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഓണക്കോടി എടുക്കാതെ ഓണം ആഘോഷിക്കാതെ ഒന്നും മലയാളികൾ പോവില്ല. അപ്പോൾ ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് വസ്ത്രത്തിലാണ് വളരെ പ്രധാനം. അതായത് ഓണക്കോടി എടുക്കുക എന്നുള്ളതൊരു മസ്റ്റായിട്ടുള്ള കാര്യമായിട്ട് മലയാളികൾക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വസ്ത്രാലയത്തിലേക്കൊക്കെ എത്തുമ്പോൾ പല ടൈപ്പ്, അതായത് പുതിയ ട്രെൻഡിങ് അനുസരിച്ചുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ അത് വാങ്ങാനായി ആളുകൾ ധാരാളമായി എത്തുന്നുണ്ട്. അതനുസരിച്ച് പുതിയ പുതിയ തുണിത്തരങ്ങളൊക്കെ ആളുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആഘോഷമായി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഓണത്തിനുള്ള എടുക്കാൻ വന്നാലോ? സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തു. എന്തൊക്കെയാ എടുക്കുന്നത്? സെറ്റുമുണ്ട്, സാരി, ടോപ്പ് എല്ലാം എടുക്കുന്നുണ്ട്. ചേട്ടനോ? ഒരു പാൻറ്, ഷർട്ട്, മുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാ ഓണക്കാലത്തും ഓണക്കോടി എടുക്കാതെ പോകാറുണ്ടോ? അതോ ഇല്ല, എല്ലാ ഓണത്തിനും എടുക്കാറുണ്ട്. പുതിയ ട്രെൻഡ് നോക്കിയിട്ടാണോ അതോ? ട്രെൻഡ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കുടുംബവും അവരിങ്ങനെ ഫാമിലിയായി വന്ന് ഈ വസ്ത്രങ്ങളൊക്കെ തിരഞ്ഞ് പുതിയ ഓണത്തിനനുസരിച്ച് അതിൻ്റെ മൂഡനുസരിച്ച് അതിൻ്റെ ട്രെൻഡ് അനുസരിച്ചൊക്കെ ഉള്ള വസ്ത്രങ്ങൾ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഓണക്കോടി എടുക്കാൻ വന്നാണോ? അതെ. സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തോണ്ട് നിൽക്കുക. എന്താ, സാരിയാണോ? സാരി. സെറ്റ് സാരി അല്ല, ഇത് കളർ. സെറ്റ് സാരി നോക്കി, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു വെറൈറ്റി നോക്കി. ഇത് ഇഷ്ടപ്പെട്ടോ? രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ ധാരാളമായി എത്തുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അപ്പോൾ പുതിയ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ അതനുസരിച്ച് ഒക്കെ എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു കാലത്ത് നമുക്കറിയാം പരമാവധി ആളുകൾ ഓണത്തിന് ആഘോഷിക്കാനായി എത്തുന്നുണ്ട്. ചേച്ചി നമസ്കാരം. ഓണക്കോടി എടുക്കാൻ വന്നതാണോ? ഏതായാലും വലിയ രീതിയിൽ വസ്ത്രങ്ങൾ ഉണ്ട്, ആളുകൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിലെ സമയമായിട്ട് കൂടി നമുക്ക് തിരക്ക് ഈ വസ്ത്രാലയങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ട്രെൻഡ് എന്തൊക്കെയാണ്? പുതിയ ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കേരള ടൈപ്പ് ട്രഡീഷണൽ പാറ്റേണിലാണെങ്കിൽ സെറ്റ് മുണ്ടിലാണെങ്കിൽ ഒരുപാട് പുളിയിലക്കര, അതുപോലെ കമ്പിക്കര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പഴയ തലമുറ യൂസ് ചെയ്ത ഒരു സാധനം പുതിയ തലമുറയിലേക്ക് ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അതന്നെ എൻക്വയറി ചെയ്ത് വരികയും നമ്മളെ അടുത്ത് നിന്ന് ഒരുപാട് അതും നമ്മളെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് എന്താ പറയാ കസ്റ്റമർ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മോളുടെ പേരെന്തായിരുന്നു? ആണോ? മോളെ പിന്നെ എത്ര ക്ലാസ്സിലാ? ഓണത്തിന് എടുത്തോ? ഡ്രസ്സ് എടുത്തോ? എന്തൊക്കെ എടുത്തേ? സ്കൂളിലൊക്കെ ഓണാഘോഷം അടിപൊളിയായിരുന്നോ? പാട്ടും പാടുന്നോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ധാരാളം പേര് ഇവിടെ എത്തി ഓണത്തിന്റെ മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രാവിലെ ആണെങ്കിൽ കൂടി വലിയ തിരക്ക് വസ്ത്രാലയങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വൈകുന്നേരത്താവുമ്പോൾ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ പുതിയ ട്രെൻഡ് തേടിയുള്ള ആളുകളുടെ വലിയ ഓട്ടമാണ്. പണ്ടൊക്കെ ഒരു പക്ഷേ മോള് പറഞ്ഞ ധാവണി അല്ലേ? ധാവണി പഴയ കാല ഹിറ്റ് ഉടുപ്പാണ്. ഇപ്പോൾ വീണ്ടും ധാവണിയിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നു. നേരത്തെ കടയിലെ ചെറുപ്പക്കാരൻ പറഞ്ഞ പോലെ പഴയ സ്റ്റൈൽ മുണ്ടുകളുടെയൊക്കെ കരയൊക്കെ പഴയ രീതിയിലുള്ള ആളുകൾ വാങ്ങുന്നുണ്ടെന്നാണ്. അപ്പോൾ ഫെലിക്സ് മുണ്ടാണോ എടുക്കുന്നത്, അതോ ജീൻസും ഷർട്ടും ആണോ? നിമിഷം, ഞാൻ ഓൾറെഡി ഓണക്കോടി എടുത്തു, മുണ്ടും എടുത്തു, ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ലൈവ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് മുണ്ട് കൊടുക്കാൻ വിട്ടുപോയി. ജീൻസ് തന്നെ ഇട്ടിട്ടാണ്. രാവിലെ പറഞ്ഞല്ലേ ഫെലിക്സ് ലൈവ് ഉണ്ടെന്ന്? അത് പക്ഷെ ഇന്നലെ പറഞ്ഞില്ല. ശരി ശരി. അപ്പോൾ ഓണാഘോഷം ഗംഭീരമായി നടക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം ഫെലിക്സ്.